ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇനി നമ്മൾ വളരെ ഈസി ആയിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ടൈപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒരു ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടെ 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ലെയറൊക്കെ ഒട്ടിക്കുമ്പം നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ന്യൂസ് പേപ്പറൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിയോൺ കളേഴ്സാണ്. അപ്പോൾ നിയോൺ കളറിലുള്ള യെല്ലോ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 4 കളറിൻ്റെ ഒരു സെറ്റിന് 99 റുപ്പീസാണ് റേറ്റ്. 15 ml 4 ബോട്ടിൽസ് ആയിരുന്നു കേട്ടോ. 4 നിയോൺ കളേഴ്സ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ അതിലുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഈ ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിയോൺ കളേഴ്സ് ഇല്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അടുത്താണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ കുറേ മുമ്പ് ഇങ്ങനെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു നിയോൺ കളേഴ്സ് വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഈ ഒരു പെയിൻറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിയോൺ ഗ്രീൻ വെച്ചിട്ട് നല്ല വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ഡിസൈൻ വെച്ചിട്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ നല്ലൊരു ഹോം ഡെക്കറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോട്ടിൽ ആർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ നിയോൺ യെല്ലോ വെച്ചിട്ട് ഏകദേശം നമ്മളൊരു ബോട്ടിലൊരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഒരു നന്നാവാം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കളർ എടുത്ത് കാണിക്കും. അപ്പോൾ ഞാനൊരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഒരു ബോട്ടിൽ നല്ല ഡാർക്ക് ബോട്ടിലല്ലേ, അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാന്ന്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ നിയോൺ ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് മാത്രം ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് എടുക്കുക കേട്ടോ. കാരണം സ്പോഞ്ചിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവിടെ ഒരു കട്ടിയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. ആ ഒരു യെല്ലോൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ലൈൻസൊക്കെ പോലെ കുറച്ച് ഗ്രീനും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് കട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ, നല്ലൊരു കളർ എനിക്ക് ഇഷ്ടമായി. ആ ഒരു ഗ്രീനും ആ ഒരു യെല്ലോയും കൂടെ വന്ന സമയത്ത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ ഹോം ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതുപോലെ നിയോൺ കളേഴ്സ് വെച്ചിട്ട് കുറേ ഇങ്ങനെ ചെയ്തെടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിതിൽ ചെറുതായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ട്രാൻസ്ഫർമി ഷീറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ വിൻറ്റേജ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഷീറ്റ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1-2 ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഷീറ്റ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിതിൽ റോസ് പൂവിൻ്റെ ഫ്ലവേഴ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഡിസൈനിന് ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷീറ്റ്സിന് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്നിങ്ങനെ ഫസി കട്ടിങ് ചെയ്തെടുക്കുക. ആ ഒരു ഡിസൈൻ ഇങ്ങനെ മാത്രമായിട്ട് ചുറ്റും ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊരു ബോർഡർ പോലെ ഒരു വൈറ്റ് വരുന്ന രീതിയിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമാണ്. ടാപ്പിൽ നിന്ന് വരുന്ന ഒരു നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ നമുക്ക് ബോട്ടിൽ എവിടെയൊക്കെ ഒട്ടിക്കേണ്ടത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഐഡിയ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു തിന്നായിട്ടുള്ളൊരു കവറിങ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ബൗളിലുള്ള വെള്ളമില്ല, അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഡിസൈന് ആ ഒരു പിക്ചർ താഴെ വരുന്ന രീതിയിൽ നമ്മളത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു പേപ്പർ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വളഞ്ഞിട്ട് പിന്നെ അത് നിവർന്ന് വരും. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഡിസൈൻ ഒന്ന് പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ബോട്ടിൽ നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ചുളിവുകളൊക്കെ ഇല്ലാതെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ മേലെ നന്നായിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഡിസൈന് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്കായിട്ട് വരാനായിട്ടാണ്. പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാം നമ്മൾ ആ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഒരു മാജിക്ക്. നമ്മൾ ആ ഒരു ഡിസൈൻ്റെ മേലുള്ള ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളത് ജസ്റ്റ് കൈകൊണ്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ മാത്രമായിട്ട് നമ്മളെ ബോട്ടിലേക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. ആ ഒരു പേപ്പർ മാത്രമായിട്ട്
മാറും ചെയ്യും. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ്റെ മേലെ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ചുളിവുകളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബ്രഷ് എടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് ആ ബ്രഷിലേക്കൊന്നും അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചുളിവുകളൊക്കെ പോക്കി റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അടുത്തൊരു പിക്ചറും കൂടെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം ആ ഒരു ഡിസൈൻ്റെ മേലുള്ള ഒരു കവറിങ് മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ടു. കണ്ടില്ലേ, ചെറുതായിട്ടൊന്നിങ്ങനെ ചുളിഞ്ഞ് വന്നിട്ട് പിന്നെ അതൊന്നിങ്ങനെ നിവർന്ന് വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഡിസൈൻ എടുത്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു ഡിസൈന് മാത്രമായിട്ട് ആ വെള്ളത്തിലേക്ക് വരും. പിന്നെ നമുക്കത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ്റെ അവിടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യരുത്. അപ്പോൾ നമ്മളെ കയ്യിലേക്കൊക്കെ ആ ഒരു ഡിസൈന് പറ്റിയിട്ട് ഒരു ചുളിവുകളൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു കട്ടിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ചുളിവുകളൊക്കെ ഇല്ലാതെ ഒട്ടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആ രീതിയിലൊക്കെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തൊന്നും ഇങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് മെറ്റീരിയൽസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൽ, പിന്നെ അതുപോലെ വുഡിലും ഗ്ലാസ്സിലും മെറ്റലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ്. ഈ ഒരു ഷീറ്റ്സിന് റേറ്റ് വന്നിട്ടുള്ളത് 99 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ വന്നിട്ട് 99 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡിസൈൻസിലുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസും കാർട്ടൂൺ ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കയറിയിട്ട് ഒന്നിങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിതിന് പകരം ഡെക്കോ പേജ് ടിഷ്യൂ ഒക്കെ ആണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും അതിൽ കുറച്ചൊക്കെ ചുളിവുകളൊക്കെ വരും. പിന്നെ നമ്മളതിന് ഗ്ലൂ ഒക്കെ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിലൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അധികമായിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിയെടുക്കാനായിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ ആദ്യം ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രക്കൊരു നല്ലൊരു കളറായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജൂട്ടിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നിയോൺ കളേഴ്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.